ഇപ്പോൾ റിയൽമിയുടെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി നാർസോ 70 പ്രോ. അതുപോലെ തന്നെ ഐക്യൂടെയും വിവോയുടെയും 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകളാണ് ഐക്യു Z9 5G, അതുപോലെ തന്നെ വിവോ T3 5G. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 70 പ്രോയും ഐക്യു Z9 5G അതുപോലെ തന്നെ വിവോ T3 5G തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആദ്യം തന്നെ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം, ഐക്യു Z9 5G അതുപോലെ തന്നെ വിവോ T3 5G തമ്മിലുള്ള ഡിഫറൻസ് ആണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്, ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. കാര്യമായിട്ടുള്ള വ്യത്യാസം ഡിസൈനിൽ മാത്രമാണ് വരുന്നത്, ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒന്നുകിൽ ഐക്യു Z9 5G അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 5G എന്നേ പറയുള്ളൂ. അത് പറയുമ്പോൾ മറ്റേ ഫോണിനും കൂടി ആ ഒരു കാര്യം ബാധകമാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്തായാലും ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. OLED പാനലാണ് ഈ മൂന്ന് ഫോണുകളിലും വരുന്നത്. മൂന്ന് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ മൂന്ന് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്ന് ഫോണുകളിലും 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമിയിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 nits ആണ്. ഐക്യുവിൽ പീക്ക് ബ്രൈറ്റ്നസ് 1800 nits ആണ് വരുന്നത്. അപ്പോൾ റിയൽമിയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സൺലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് റിയൽമിയിൽ വരുന്നുണ്ട്. ഈ മൂന്ന് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 195 ഗ്രാമാണ്. ഐക്യൂടെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. വെയിറ്റിൻ്റെ കാര്യത്തിൽ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് ഐക്യൂക്കും വിവോക്കുമാണ്. തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ തിക്നെസ് വരുന്നത് 7.97 mm ആണ്. ഐക്യൂടെ തിക്നെസ് വരുന്നത് 7.83 mm ആണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. പിന്നെ റിയൽമിയിൽ ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐക്യൂലും വിവോയിലും പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് റിയൽമിക്ക് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. കാരണം ഒരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. പക്ഷേ ഗ്ലാസ് ആണ്, പൊട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഐക്യൂലും വിവോയിലും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് പൊട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വെക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫോണുകളിൽ പ്ലാസ്റ്റിക് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്ന് ഫോണുകളിലും IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 പ്രോയിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഐക്യു Z9ലും അതുപോലെ തന്നെ വിവോ T3യിലും മീഡിയാടെക് ഡിമെൻസിറ്റി 7200 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സർ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഐക്യൂലും വിവോയിലും വരുന്ന മീഡിയാടെക് ഡിമെൻസിറ്റി 7200 എന്നുള്ള പ്രോസസ്സറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്യു അല്ലെങ്കിൽ വിവോ T3 5G എന്നീ ഫോണുകളായിരിക്കും. അത് വിചാരിച്ചിട്ട് റിയൽമിയിൽ വരുന്ന മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോശമാണ് എന്നല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും വളരെ മികച്ചൊരു പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ കമ്പയർ ചെയ്യുമ്പം ഐക്യു അല്ലെങ്കിൽ വിവോ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. മൂന്ന് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ 9 5G ബാൻഡ്സ് ആണ് വരുന്നത്. ഐക്യൂലും വിവോയിലും 8 5G ബാൻഡ്സും കൊടുത്തിട്ടുണ്ട്. മൂന്ന് ഫോണിൻ്റെയും ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അതുപോലെ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഈ മൂന്ന് ഫോണുകളിലും LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിയൽമിയിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. ഐക്യൂലും വിവോയിലും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ടൈപ്പ് റിയൽമിയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഫോണുകളിലും ഹൈബ്രിഡ് സിംസിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മൂന്ന് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയൽമിയിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. എന്നാൽ ഐക്യു Z9ലും വിവോ T3യിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മൂന്ന് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. റിയൽമിയിൽ റിയൽമി സോഫ്റ്റ്വെയറും ഐക്യൂലും വിവോയിലും FunTouchOS സോഫ്റ്റ്വെയറാണ് വരുന്നത്. ഈ മൂന്ന് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ റിയൽമിയിൽ കമ്പാരിറ്റീവ്ലി ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ കുറവാണ്. ആ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല എയർ ജസ്റ്റേഴ്സ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സ്ക്രീനിൽ തൊടാതെ തന്നെ നമുക്ക് സ്ക്രീന് വർക്ക് ചെയ്യിപ്പിച്ച് എടുക്കാവുന്നതാണ് ചില ജസ്റ്റേഴ്സൊക്കെ കാണിച്ചിട്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ ഐക്യൂലും വിവോയിലും വരുന്നില്ല. ഈ ഒരു കാര്യത്തിലും റിയൽമിക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് വെള്ളമായാലും ടച്ച് ചെയ്താൽ നമുക്ക് സ്മൂത്തായിട്ട് ടച്ച് ചെയ്യാൻ കഴിയുന്നതായിരിക്കും.
ഈ ഒരു ഫീച്ചർ ഐക്യൂലും വിവോയിലും വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിലും റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഐക്യൂലും വിവോയിലും ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ 3 ഫോണുകളിലും 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. റിയൽമിയിൽ സോണി ഐമാക്സ് 890യുടെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഐക്യൂലും വിവോയിലും സോണി ഐമാക്സ് 882ൻ്റെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 3 ഫോണുകളിലും OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. എന്നാൽ ഐക്യൂലും വിവോയിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. ഐക്യൂലും വിവോയിലും 2 മെഗാ പിക്സലിലെ ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഐക്യൂലും വിവോയിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ലൈറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്ററാണ്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റിയൽമിയുടെ കാര്യത്തിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വേണം എന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാം. അതല്ല മെയിൻ ക്യാമറ സെൻസറാണ് മെയിനായിട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഐക്യൂ അല്ലെങ്കിൽ വിവോയുടെ ഫോണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ ഈ 3 ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും ഐക്യൂം വിവോ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലൈറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്യൂ അല്ലെങ്കിൽ വിവോ T3 5G എന്നീ ഫോണുകളായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വേണം എന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 പ്രോയും നോക്കാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. റിയൽമിയിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഐക്യൂലും വിവോയിലും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് റിയൽമിയിൽ വരുന്നുണ്ട്. 3 ഫോണുകളിലും Type C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം ഓവറോൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ റിയൽമി നാർസോ 70 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3 ഫോണുകളുടെയും 8 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. അതുപോലെ തന്നെ 3 ഫോണുകളുടെയും 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ജസ്റ്റേഴ്സ്, ഡ്രെയിൻ വാട്ടർ, സ്മാർട്ട് ടച്ച് ഇതുപോലുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിൽ പ്ലോട്ട് വൈസ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 3.5mm മോഡി ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. ഐക്യൂടെയും വിവോയുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണുകളിൽ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് അല്ല എന്നുണ്ടെങ്കിൽ ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐക്യൂ Z9 5G അല്ലെങ്കിൽ വിവോ T3 5G നോക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് ബാറ്ററി സെറ്റപ്പ്, അതുപോലെ തന്നെ ബ്ലോട്ട് വേസ് കുറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ 3.5mm മോഡി ജാക്കും വരുന്നുണ്ട്. എന്തായാലും ഈ 2 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.